ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തേത് ഒരു പുഡിംഗ് റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റഫല്ലോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളിവിടെ ക്രീം ചീസും വനിലയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഞാനിവിടെ വനില എസൻസിന് പകരം വനില പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു 1 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മളിതിലേക്ക് നല്ല തണുത്ത വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഓൾറെഡി നല്ല മധുരമുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വിപ്പിംഗ് ക്രീം ഡയറി ബേസ്ഡ് ആണെങ്കിൽ ചിലപ്പം മധുരം കുറവായിരിക്കും. അങ്ങനെ ആണെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ചും കൂടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള റാഫല്ലോ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പുഡിങ്ങിനെ സെറ്റ് ചെയ്യാം. ഒരു കുറച്ച് പാലിൽ നമ്മൾ ഇതേപോലെ ലേഡി ഫിംഗേഴ്സിൻ്റെ ബിസ്ക്കറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് പാലിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ലെയർ സെറ്റ് ചെയ്യാണ്. ഈ ബിസ്ക്കറ്റിന് പകരം നിങ്ങൾക്ക് മാരിഗോൾഡിൻ്റെ ഒക്കെ നോർമൽ ബിസ്ക്കറ്റും യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം മിക്സ് ഇതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബിസ്ക്കറ്റ് വെച്ചിട്ട് വേറൊരു ലെയറും കൂടി ചെയ്യുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള പുഡിംഗ് മിക്സും കൂടി ഇതുപോലെ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. ബേക്കിംഗ് ഒന്നും ആവശ്യമില്ല. നമ്മളെ കയ്യിൽ വിപ്പിംഗ് ക്രീമും അതേപോലെ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് മുകളിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിന് 3 to 4 hours ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആവാൻ വെക്കുകയാണ്. തണുത്തതിന് ശേഷം നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. അതിന് മുകളിൽ റാഫല്ലോ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.